ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും പ്രവചന പഠനമെന്ന 27ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദേഹം ക്ഷയിച്ചാലും യേശുവേ നിൻ സ്നേഹം ഘോഷിക്കും ലോകമെങ്ങും. കൊതിക്കുന്നേ നിൻ മുഖം ഞാൻ, കാന്താവേഗം നീ വന്നിടണേ. യേശുവേ നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം സ്വർഗത്തിൽ വെച്ച് 2 പ്രാവശ്യം താൻ വരുമെന്ന് പ്രസ്താവിച്ചു. അങ്ങനെ മൊത്തം 7 പ്രാവശ്യമാണ് നമ്മുടെ കർത്താവ് താൻ തന്നെ പറഞ്ഞത് വരുമെന്ന്. നമുക്കല്പം ചരിത്ര ഭാഗത്തേക്ക് കടന്നു വരാം. ഇത് വെളിപ്പാട് പുസ്തകത്തിലാണ്, അവസാന അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തി. ഏറ്റവും കൊടും കുറ്റവാളികളെയും അവിടെ നാട് കടത്തുന്നത്. യോഹന്നാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. യോഹന്നാനെ അവിടെ നാട് കടത്താനുള്ള കാരണം യോഹന്നാൻ തന്നെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം ഞാൻ പത്മോസിൽ ആയി. പത്മോസിലേക്ക് നാട് കടത്തുന്ന ആളുകൾ അവിടെ ചെന്ന് നീറി ഇഞ്ചിഞ്ചായി അലറി മരിക്കുക, അതിനു വേണ്ടിയാണ് ആ ദ്വീപിലേക്ക് വിടുന്നത്. യോഹന്നാന് നല്ല പ്രായമുണ്ട്. അത് ദ്വീപിൽ മനുഷ്യരാരുമില്ല. വലിയ പെരുമ്പാമ്പുകളും മനുഷ്യനെ കൊത്തിക്കീറുന്നതായ വലിയ കഴുകന്മാരും കൊടും കാടും നിറഞ്ഞതായ ഈജിയൻ കടലിടുക്കിലുള്ളതായ ഒരു ദ്വീപ്. താൻ മാനുഷികമായിട്ട് എങ്ങനെ ചിന്തിച്ചു, ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ താൻ ആയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തകർന്നവരായിരിക്കാം, രക്ഷപ്പെടാൻ നിർവാഹമില്ലാത്തവരായിരിക്കാം. എന്നാൽ നിന്റെ കണ്ണുനീരിന് മുമ്പിൽ മാറിപ്പോകുന്ന ദൈവമല്ല. 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി, കർത്തൃ ദിവസത്തിൽ ഒറ്റയ്ക്കാണെങ്കിലും താൻ ആരാധിക്കാനായിട്ട് തീരുമാനിച്ചു. എന്തായിരുന്നാൽ അന്ത്യം ഇവിടാണല്ലോ. താൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ താന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ഇതാ പത്മോസ് ദ്വീപിൽ നമ്മുടെ അരുമനാഥൻ തേജസ് അണിഞ്ഞവനായി അവിടെ എത്തുന്നു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുവടിപ്പിച്ച വെള്ളോടിന് സദൃശം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തിലുള്ള വാൾ പുറപ്പെട്ട് അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. കാൽവരിയിൽ വെച്ചാണ് യേശു
യോഹന്നാനുമായി അവസാനം കാണുന്നത്. തൻ്റെ തലയിൽ അന്ന് മുൾക്കിരീടമായിരുന്നു. തൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നിരുന്നു. തൻ്റെ വായ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. കാലുകൾ, കൈകൾ കാലിലും പാണി കൊണ്ട് തറയ്ക്കപ്പെട്ട അവസാന അവസ്ഥയാണ് താൻ കണ്ടത്. ഇപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാനെ തേടി നമ്മുടെ അരുമനാഥൻ പത്മോസ് ദ്വീപിൽ വന്നു. എന്തിനു വേണ്ടി? ഒരു വലിയ ദൗത്യം നിറവേറ്റുവാൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം യോഹന്നാനെ കൊണ്ട് എഴുതിക്കുവാൻ നമ്മുടെ മഹാദൈവം യോഹന്നാനെ തേടി പത്മോസ് ദ്വീപിൽ വന്നു. യേശു അവന്റെ വലം കൈക്ക് പിടിച്ചു. ഭയപ്പെടേണ്ട യോഹന്നാനെ, ഞാൻ ആദ്യനും അന്ത്യനും ജീവനും ആകുന്നു. ഞാൻ മാനവജാതിക്ക് വേണ്ടി മരിച്ചിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നു, നീ കണ്ടത് ഇപ്പോൾ സംഭവിപ്പാനുള്ളത് നീ എഴുതുക എന്ന് നമ്മുടെ കർത്താവ് പറയും. പത്മോസ് ദ്വീപിൽ വെച്ച് താൻ കണ്ട ദർശനം അനവധി ദൈവമക്കളുടെ പ്രാർത്ഥന ഫലമായി ഡൊമീഷ്യൻ ചക്രവർത്തി മരിക്കുകയും അടുത്ത ചക്രവർത്തി അദ്ദേഹത്തെ പത്മോസ് ദ്വീപിൽ നിന്നും നേരെ എഫേസോസിൽ കൊണ്ടുവന്നു. ഇനി നമ്മുടെ കർത്താവ് യേശു 22-ാം അധ്യായത്തിന്റെ 2 സ്ഥലത്ത് വെച്ച് തന്റെ വരവിനെ പറ്റി പറയുന്നു. 22-10 11-ാമത്തെ വാക്യം, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. അത് സ്വർഗത്തിൽ ചെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. 22-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. നമ്മുടെ കർത്താവ് യേശു 7-ാമത്തെ പ്രാവശ്യമാണ് 22-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേ, ഞാൻ വേഗം വരുന്നു. നമ്മുടെ അരുമനാഥൻ വരാറായി. നമ്മുടെ കഷ്ടതകളെല്ലാം തീരാറായി. നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകാറായി. ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഭാരതം യേശുവിനായി ഉണരട്ടെ. ഭാരതം ഒരു വലിയ ഉണർവ് ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളും ആ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരംഗമാകൂ. നമ്മുടെ അരുമനാഥൻ വരാറായി, നമുക്ക് പോകാറായി. പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട ജീവിതങ്ങളോട് നീ സംസാരിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം സമയം നൽകിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.